ഹായ് ഫ്രണ്ട്സ്, കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് താപം എന്ന ടോപ്പിക്കാണ്. അപ്പം നമുക്കറിയാം, ഒരു വസ്തുവിലെ താപം എന്ന് പറയുന്നത് ആ വസ്തുവിനുള്ളിലെ തന്മാത്രാ ചലനങ്ങളുടെ ആകെ ഊർജ്ജമാണ്. ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിനുള്ളിലെ തന്മാത്രാ ചലനങ്ങളുടെ ആകെ ഊർജ്ജത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, താപം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തന്മാത്രകളുടെ ഗതികോർജം കൂടുന്നതിനനുസരിച്ച് താപവും കൂടുന്നു. ഓക്കെ, വസ്തുവിനുള്ളിലെ തന്മാത്രകളുടെ ഗതികോർജം കൂടുമ്പോൾ എന്തും കൂടും, ആ വസ്തുവിൻ്റെ താപവും കൂടുന്നു എന്ന് പറയാം. ഇനി താപം ഒരു ഊർജ രൂപമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രസ്കോട്ട് ജൂളാണ്. താപം ഒരു ഊർജ രൂപമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് പ്രസ്കോട്ട് ജൂളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം താപത്തിൻ്റെ SI യൂണിറ്റിന് നൽകിയിരിക്കുന്ന പേരാണ് ജൂൾ. ഓക്കെ, ജെയിംസ് പ്രസ്കോട്ട് ജൂളാണ് താപം ഒരു ഊർജ്ജ രൂപമാണെന്ന് കണ്ടെത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം താപത്തിൻ്റെ SI യൂണിറ്റിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ജൂൾ എന്നാണ്. അപ്പോൾ താപത്തിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ജൂളാണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഊഷ്മാവ്, താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ. എന്താണ് ഊഷ്മാവ് അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത്? ഒരു വസ്തു മറ്റൊരു വസ്തുവുമായി എത്രത്തോളം ചൂടുള്ളതോ തണുപ്പുള്ളതോ ആണെന്നതിൻ്റെ അളവാണ് താപനില അല്ലെങ്കിൽ ഊഷ്മാവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി താപനില അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിൽ അളക്കാം, അതേപോലെ ഡിഗ്രി ഫാരൻഹീറ്റിലും കെൽവിനിലും അളക്കാം. എന്നാൽ താപനിലയുടെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് കെൽവിനാണ്. ഇനി താപനില അളക്കുന്ന ഉപകരണം എന്താണ്? തെർമോമീറ്റർ ആണ്. അപ്പോൾ താപനില അളക്കുന്ന ഉപകരണം ചോദിച്ചാൽ തെർമോമീറ്റർ ആണ്. ഇനി നമുക്ക് സെൽഷ്യസ് സ്കെയിൽ അല്ലെ, നമ്മൾ പറഞ്ഞു 3 യൂണിറ്റിലും അളക്കാം എന്ന് പറഞ്ഞു. അപ്പം സെൽഷ്യസ് സ്കെയിൽ ഉണ്ട്, ഫാരൻഹീറ്റ് സ്കെയിൽ ഉണ്ട്, അതേപോലെ കെൽവിൻ സ്കെയിൽ ഉണ്ട്. ഈ 3ലും എന്ത് ചെയ്യാം, നമുക്ക് താപനില രേഖപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് കെൽവിൻ എന്ന് നോക്കാം. കെൽവിൻ സ്കെയിൽ അല്ലേ, അതായത് കെൽവിൻ സ്കെയില് അബ്സല്യൂട്ട് സ്കെയിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ് അബ്സല്യൂട്ട് സ്കെയിൽ എന്നറിയപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ കേവല 0 കെൽവിൻ സ്കെയിലിൻ്റെ അടിസ്ഥാനം. അബ്സല്യൂട്ട് 0 കേവല 0 കെൽവിൻ സ്കെയിലിൻ്റെ അടിസ്ഥാനം. എന്താണ് അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ കേവല 0 എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിലെ കണികകളുടെ ചലനം പൂർണ്ണമായും അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന താപനിലയാണ് അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ കേവല 0 എന്നറിയപ്പെടുന്നത്. ഒരു പദാർത്ഥത്തിലെ കണികകളുടെ ചലനം പൂർണ്ണമായും അവസാനിക്കുമ്പോൾ ആ ഒരു പദാർത്ഥത്തിനുണ്ടാകുന്ന താപനിലയാണ് നമ്മൾ അബ്സല്യൂട്ട് 0 എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കേവല 0 എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി കെൽവിൻ സ്കെയിലിലെ ജലം മരവിക്കുന്ന അല്ലെങ്കിൽ ജലം തണുത്തുറക്കുന്ന താപനില എത്രയാണെന്ന് ചോദിച്ചാൽ അത് 273.15 കെൽവിനാണ്. ഇനി ജലം തിളക്കുന്ന താപനില കെൽവിൻ സ്കെയിലിൽ എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 373.15 കെൽവിനാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഫാരൻഹീറ്റ് സ്കെയിലാണ്. ഫാരൻഹീറ്റ് സ്കെയിലിലെ ജലം തണുക്കുന്ന താപനില എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റും ജലം തിളക്കുന്ന താപനില എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഫാരൻഹീറ്റ് സ്കെയിലിൽ ജലം തിളക്കുന്ന താപനില PSC ചോദിക്കാറുണ്ട്. എത്ര ഡിഗ്രി ഫാരൻഹീറ്റിലാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ജലം തിളക്കുന്നത്. ഇനി സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില നമ്മൾ പറഞ്ഞു എത്രയാണ്? കേവല 0 എന്നറിയപ്പെടുന്നു. അത് ഫാരൻഹീറ്റിൽ എത്രയാണെന്ന് ചോദിച്ചാൽ -459.67 ഡിഗ്രി ഫാരൻഹീറ്റാണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് സെൽഷ്യസ് സ്കെയിലാണ്. സെൽഷ്യസ് സ്കെയിലിൽ നമ്മൾ പറഞ്ഞു ജലം തണുത്തിറക്കുന്ന താപനില നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസും ജലം തിളക്കുന്ന താപനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസുമാണ്. ഓക്കെ അല്ലേ? ഇനി കേവല 0 സെൽഷ്യസ് സ്കെയിലിൽ എത്ര താപനിലയിലാണ് കാണിക്കുക? -273.15 ഡിഗ്രി സെൽഷ്യസിലാണ് കാണിക്കുന്നത്. ഇനി ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എത്രയാണ് അല്ലെങ്കിൽ താപനില എത്രയാണെന്ന് ചോദിച്ചാൽ അത് -40 ആണ്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും ഒരേ മൂല്യം കാണിക്കുന്ന താപനില -40 ആണ്.
ഇനി 4 ഡിഗ്രി സെൽഷ്യസിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഇടയ്ക്ക് PSC ചോദിക്കാറുണ്ട്. അതെന്താണ്? അതായത് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നതും അതേപോലെ ഏറ്റവും കുറവ് വ്യാപ്തം അനുഭവപ്പെടുന്നതുമായ താപനില എത്രയാണെന്ന് ചോദിച്ചാൽ അത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിനുള്ള ഒരു പ്രത്യേകതയാണ് എന്ത്? ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില, അതേപോലെ ജലത്തിന് ഏറ്റവും കുറവ് വ്യാപ്തം അനുഭവപ്പെടുന്ന താപനില എത്രയാണെന്ന് ചോദിച്ചാൽ അത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വിവിധ തരം തെർമോമീറ്ററുകളെ കുറിച്ച് നമുക്ക് സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് ക്ലിനിക്കൽ തെർമോമീറ്റർ, രണ്ടാമത്തത് ലബോറട്ടറി തെർമോമീറ്റർ, 3 ഇൻഫ്രാറെഡ് തെർമോമീറ്റർ, 4 ആൽക്കഹോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് തെർമോമീറ്റർ, 5 പൈറോമീറ്റർ, 6 ക്രയോമീറ്റർ. അപ്പോൾ വിവിധ തരം തെർമോമീറ്ററുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നോക്കാം. വിവിധ തരം തെർമോമീറ്ററുകളിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ക്ലിനിക്കൽ തെർമോമീറ്ററാണ്. എന്താണ് ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, മനുഷ്യ ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് ഇത് ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? മെർക്കുറിയാണ് അല്ലേ. ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തെർമോമെട്രിക് ദ്രാവകമായ മെർക്കുറിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് അല്ലേ. ഇനി മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ലബോറട്ടറി തെർമോമീറ്ററാണ്. ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത് മനുഷ്യ ശരീര താപനില ഒഴികെയുള്ളവ അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് ലബോറട്ടറി തെർമോമീറ്റർ. ഇനി ലബോറട്ടറി തെർമോമീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താപനില -10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അപ്പോൾ ലബോറട്ടറി തെർമോമീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താപനില ഏത് മുതൽ ഏത് വരെയാണെന്ന് ചോദിച്ചാൽ -10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓക്കെ. ഇനി അത് ഫ്രീസിങ് പോയിന്റ് അതേപോലെ തിളനില എന്നിവ അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നിവ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന താപനില ഏതാണെന്ന് ചോദിച്ചാൽ അത് ലബോറട്ടറി തെർമോമീറ്റർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഫ്രീസിങ് പോയിന്റ്, തിളനില എന്നിവ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ആണ് ഇത് ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ആണ്. അതായത് താപവികിരണത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് താപനിലയെ അനുമാനിക്കുന്ന രീതിയാണ് ഇൻഫ്രാറെഡ് തെർമോമീറ്ററിൽ നമ്മൾ ചെയ്യുന്നത്. താപവികിരണത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് താപനില അനുമാനിക്കുന്ന രീതിയാണ് ഇൻഫ്രാറെഡ് തെർമോമീറ്ററിൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അതായത് അളക്കുന്ന വസ്തു പുറപ്പെടുവിക്കുന്ന ബ്ലാക്ക് റേഡിയേഷൻ അല്ലെ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സെൻസർ വഴി അളക്കുന്നത്. അളക്കുന്ന വസ്തു പുറപ്പെടുവിക്കുന്ന ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ അളക്കുന്നത്. ഓക്കെ. ഇനി പകർച്ചവ്യാധികളുടെ സമയത്ത് നമ്മൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന തെർമോമീറ്റർ ആയിരുന്നു ഏത്? ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. പകർച്ചവ്യാധികളുടെ സമയത്ത് നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ആൽക്കഹോൾ തെർമോമീറ്റർ അല്ലെങ്കിൽ സ്പിരിറ്റ് തെർമോമീറ്റർ. ആൽക്കഹോൾ തെർമോമീറ്റർ എന്നും സ്പിരിറ്റ് തെർമോമീറ്റർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആൽക്കഹോൾ തെർമോമീറ്റർ എന്ന് പറയുന്നത് സാധാരണ മെർക്കുറി തെർമോമീറ്ററിന് സമാനമാണ് ഇത് ആൽക്കഹോൾ തെർമോമീറ്റർ. പക്ഷേ ഇവയിൽ എന്താണ്, വിഷാംശം വളരെ കുറവാണ്. സാധാരണ മെർക്കുറി തെർമോമീറ്ററിന് സമാനമായ ഇവയിൽ എന്താണ്, വിഷാംശം വളരെ കുറവാണ്. ഇനി ഇവയിൽ ഉപയോഗിക്കുന്ന ദ്രാവകങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്ന് ബാഷ്പീകരിക്കപ്പെടുന്നവയാണ്. പെട്ടെന്ന് ബാഷ്പീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബാഷ്പീകരണ സ്വഭാവം കൂടുതലുള്ള ദ്രാവകങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് എത്തനോള്, അതേപോലെ ടൊളൂവിന്, മണ്ണെണ്ണ തുടങ്ങിയ പെട്ടെന്ന് ബാഷ്പീകരിക്കപ്പെടുന്ന ദ്രാവകങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ആൽക്കഹോൾ തെർമോമീറ്ററിൽ അല്ലെങ്കിൽ സ്പിരിറ്റ് തെർമോമീറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പൈറോമീറ്ററാണ്. പൈറോ എന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. ഇതിനർത്ഥം വളരെ ഉയർന്ന താപനില എന്നതാണ്. അപ്പോൾ പൈറോമീറ്റർ നമ്മൾ വളരെ ഉയർന്ന താപനില അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. പൈറോ എന്ന വാക്കിനർത്ഥം വളരെ ഉയർന്ന താപനില എന്നാണ്. അപ്പോൾ പൈറോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ഉയർന്ന താപനില അളക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ. അതായത് പ്രധാനമായും ഫാക്ടറികളിലാണ് നമ്മൾ ഉപയോഗിക്കുക. ദൂരെയുള്ള വസ്തുക്കളെ തൊടാതെ അവയുടെ താപനില അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൈറോമീറ്റർ ഉപയോഗിക്കാം. അതായത് വളരെ ഉയർന്ന താപനില ആയതുകൊണ്ട് തന്നെ ദൂരെയുള്ള വസ്തുക്കളെ തൊടാതെ നമുക്ക് അവയുടെ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് ഇത് പൈറോമീറ്റർ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ക്രയോമീറ്റർ.
ക്രയോമീറ്റർ എന്ന് പറഞ്ഞാൽ, ക്രയോ എന്ന ഗ്രീക്ക് വേർഡിന് അർത്ഥം, അതൊരു ഗ്രീക്ക് വേർഡാണ്. ക്രയോ എന്ന വാക്കിനർത്ഥം വളരെ താഴ്ന്ന താപനില എന്നാണ്. ഓക്കെ, അപ്പോൾ വസ്തുക്കളുടെ വളരെ കുറഞ്ഞ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് ഇത് ക്രയോമീറ്റർ. ഓക്കെ, വസ്തുക്കളുടെ വളരെ കുറഞ്ഞ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ, വസ്തുക്കളുടെ വളരെ കുറഞ്ഞ താപനില അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ക്രയോമീറ്റർ. ഇനി ബഹിരാകാശത്ത് അല്ലെ, ബഹിരാകാശ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? ക്രയോമീറ്റർ ആണ്. ബഹിരാകാശ താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രയോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് വിവിധ തരം തെർമോമീറ്ററുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്.